ഹായ്, സുഖല്ലേ? എനിക്കും അതെ കേട്ടോ. ഇന്ന് ഞാൻ പഴയ കാലം ഞങ്ങളുടെ മുത്തശ്ശിയുടെ ഒരു സ്പെഷ്യൽ ഉപ്പപ്പാണ് കേട്ടോ ഉണ്ടാക്കണത്. ഇതിന് ഇഡ്ലി മാവാണ് വേണ്ടത്, പഴയ പുളിച്ച ഇഡ്ലി മാവ്. പക്ഷെ ഞാൻ ഇതിൻ്റെ പഴയ ടേസ്റ്റിനേക്കാളും ഒരു ഇരട്ടി ടേസ്റ്റ് ആവാൻ ഒരു സാധനം കൂടി ചേർക്കേണ്ടത് കേട്ടോ. അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാറുള്ളവരെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഇഡ്ലി മാവാണ് വേണ്ടതെന്ന്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് വേണം, പിന്നെ കുറച്ച് സവാള അരിഞ്ഞത് വേണം, പിന്നെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഇതുവരി ചീന്തി വെക്കണം കേട്ടോ, ചെരുവി വെക്കണം. ഇങ്ങനെ നമ്മുടെ ഗ്രേറ്ററിലിട്ടിട്ട് ചെരുവി വെക്കണം. അപ്പോൾ 1 കപ്പ് സവാള അരിഞ്ഞത്, ഒരു 4-5 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3-4 സ്പൂൺ തേങ്ങ ചെരുവിയത്. ഇതെന്തായാലും വേണം കേട്ടോ. തേങ്ങ കൊത്ത് മുറിച്ചിടുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ കുറച്ച് മല്ലിയില വേണം, പിന്നെ കുറച്ച് കറിവേപ്പില വേണം, പിന്നെ നമ്മൾ പുഴുങ്ങി നല്ല ചീവി വെച്ചിരിക്കുന്ന നമ്മളുടെ ഉരുളക്കിഴങ്ങ് കൂടി വേണം കേട്ടോ. ഇനി നമ്മൾ കട്ടിയുള്ള ഈ ദോശമാവാണ്. ഇത് നന്നായി പുളിച്ചിട്ടുണ്ട്. അത് കാരണം തന്നെ ഇതിലേക്ക് നമുക്ക് എന്താ പറയുക, ബേക്കിംഗ് സോഡ പോലത്തെ സാധനങ്ങൾ ഒന്നും ഇടണ്ട കേട്ടോ, സോഡയൊന്നും ഇടണ്ട. പിന്നെ ഉപ്പ് ഓൾറെഡി ആ മാവിലുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് കുറച്ചുകൂടിയൊക്കെ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇടുന്ന സമയത്ത് കുറച്ചുകൂടി വേണമെങ്കിൽ ഇട്ടോളൂ. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആ പച്ചമുളക് നുറുക്കിയതും ഇടാം, മല്ലിയില നുറുക്കിയത് ഇടണം. പിന്നെ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ പിന്നെ പറയണ്ട, അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ അമ്മോ, എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും, അത്ര ടേസ്റ്റിയാണ്. പിന്നെ ആ ചെറിയ നാളികേരം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളക്കിക്കോളൂ. ഉപ്പ് വേണമെന്ന് ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് നോക്കിക്കോളൂ. കായപ്പൊടിയൊക്കെ ഇടും ചിലവർ, നമ്മളിതൊന്നും ഇടണില്ല കേട്ടോ. ഇഡ്ലി മാവല്ലേ, ഇതിനൊന്നും വലിയ ആസിഡിറ്റിയുടെ പ്രോബ്ലം ഒന്നും വരില്ല. പിന്നെ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം, ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് കേട്ടോ. അപ്പോൾ നോക്കൂ, പൊടിക്കരുത്. ഇതുമാതിരി ഇങ്ങനെ ചീവി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. എന്തൊരു രസമാണെന്ന് അറിയത്, പുറത്ത് നല്ല ക്രിസ്പിയാണ്, അകത്തങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അങ്ങനെ ചട്നിയിലൊക്കെ മുക്കി കഴിക്കാൻ നല്ല രസമാണ് കഴിക്കാൻ. ഇതെന്തായാലും ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ. എന്തായാലും കുട്ടികൾക്കും ഇഷ്ടപ്പെടും, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്തോളൂ കേട്ടോ. ഉപ്പപ്പം ഇതിൻ്റെ പേര്. പിന്നെ ഇതിനെ അപ്പക്കാരിയിൽ ഒഴിച്ചിട്ടും ഉണ്ടാക്കും, നമ്മുടെ പണിയാരം പോലെ. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഇത് നല്ല രസമാണ്. പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് ചതച്ച മുളക് കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ. മറ്റേ എന്താ പറയുക, ക്രഷ് ചെയ്ത റെഡ് ചില്ലി ക്രഷ് ചെയ്തിട്ട് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമുക്ക് പിസ്സയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടില്ല, ആ പാക്കറ്റൊക്കെ എടുത്തു വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. അപ്പോൾ അതും കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനിക്ക് കുറച്ച് കട്ടിയുള്ള മാതിരി തോന്നുന്നുണ്ട് മാവിന്. അപ്പോൾ ഒരു ലേശം വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കണം. കുറച്ച് വെള്ളം കൂടിയിട്ട്, ഒരുപാടാക്കരുത്, കുറച്ച് ലേശം വെള്ളം കൂടി ചേർത്തി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. കൈ കൊണ്ട് ഇളക്കാൻ പറ്റിയ വളരെ നല്ലതാണ്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ എന്തായാലും സ്പൂൺ കൊണ്ടാണ് കേട്ടോ ഇളക്കണത്. ഇതാ ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എണ്ണയും ചൂടായിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയല്ല കേട്ടോ. പണ്ട് കാലത്ത് വെളിച്ചെണ്ണ മുതലാവും, പക്ഷെ ഇപ്പോൾ വെളിച്ചെണ്ണ മുതലാവില്ല. ഇത് നമ്മുടെ സാധാരണ എണ്ണയാണ്. ഇനി ഇതിലേക്ക് ഓരോ സ്പൂൺ മാവ് ഇങ്ങനെ കോരി ഒഴിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് അപ്പക്കാരയിൽ ഉണ്ടാക്കാട്ടുള്ളൂ. നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കണ അതിലുണ്ടാക്കാം. പക്ഷേ ഇതാണ് കൂടുതൽ രസം. ഇതിനാണ് ഉപ്പപ്പം എന്ന് പറയുക നമ്മൾ. അപ്പോൾ ഒന്നിച്ചൊരു 4 എണ്ണമൊക്കെ നമുക്ക് ആ ചീഞ്ചട്ടിയിൽ ഒഴിച്ചെടുക്കാൻ പറ്റും. ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും, എന്നാലും കുഴപ്പമില്ല. മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടർത്തി മാറ്റാൻ പറ്റും അത്. അപ്പോൾ നോക്കൂ, ഞാനിതിൽ ഈ അടുത്ത ട്രിപ്പിൽ ഒരു 4 എണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മുരട്ടെ. 4-5 എണ്ണം ഉണ്ട്. അപ്പോൾ 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാട്ടുള്ളൂ. എന്തൊരു രസമാണെന്ന് പറയും ഇത് കഴിക്കുക. ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഓരോന്ന് കഴിക്കാൻ തോന്നും. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല, വയറെന്നറിയില്ല. അങ്ങനൊരു നല്ലൊരു ലൈറ്റായിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് ഇത്. നോക്കൂ, എന്ത് രസമല്ലേ, ചുമന്നിരിക്കണം കണ്ടോ. നല്ല മണമാണ്. പുറത്ത് നല്ല മുരിഞ്ഞിരിക്കും, അകത്തിങ്ങനെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. നല്ല എരിവുള്ള മുളക് ചട്നിയോ തേങ്ങാ ചട്നിയോ എന്താ പറയുക, സോസോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കും. കൂടി മയോണൈസിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാട്ടുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം. പക്ഷെ ഞാനിവിടെ നമ്മൾ വേറൊരു ചാനലിൽ ഞാനൊരു എന്താ പറയുക, നമ്മളുടെ വെളുത്തുള്ളി ചമ്മന്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ വെളുത്തുള്ളി ചമ്മന്തി കൂട്ടിയിട്ടാണ് ഞാനിത് കഴിക്കുന്നത്. അടിപൊളി കോംബോ ആണ്, ഒരു രക്ഷയില്ല. നിങ്ങളും ആ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വെളുത്തുള്ളി ചമ്മന്തി നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് വീഡിയോ. എന്നിട്ട് അതിൽ മുക്കിയിട്ട് ഈ നമ്മുടെ ഉപ്പപ്പം ഒന്ന് കഴിച്ചു നോക്കൂ. എൻ്റെ ദൈവമേ, എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ ഞാൻ വെറുതെ പറയല്ല. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.